ചാക്ക് പുറത്തെടുത്തു. ഉള്ളിലെ കാഴ്ച കണ്ട് എല്ലാവരും നടുങ്ങി. ഒരു മനുഷ്യന്റെ അസ്ഥികൂടം. വർഷങ്ങളായി ആ കോൺക്രീറ്റ് തറയ്ക്കിടയിൽ ഉറങ്ങുകയായിരുന്ന ഒരു വലിയ ചതിയുടെ കഥയായിരുന്നു ആ നിമിഷം പുറത്തു വന്നത്. ആ അസ്ഥികൂടം ആരുടേതായിരുന്നു? അത് അവിടെ എങ്ങനെ എത്തി? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി പോലീസിന് വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടി വന്നു. പ്രണയം, വിവാഹം, ജീവിതം. 2018 കഥയുടെ തുടക്കം. ആശാരിപ്പണിക്കാരനായ ജിഗ്നേഷും പ്രതിയും തമ്മിൽ കണ്ടുമുട്ടുന്നു. ആ പരിചയം സൗഹൃദത്തിലേക്കും പിന്നീട് ഗാഢമായ പ്രണയത്തിലേക്കും വഴിമാറി. വീട്ടുകാരുടെ സമ്മതത്തിനായി കാത്തു നിൽക്കാതെ അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2019 ഡിസംബർ 20 അവർ വിവാഹിതരായി. കയ്യിലെ സമ്പാദ്യങ്ങളോ സ്വന്തമായി ഒരു വീടോ ഇല്ലാതിരുന്ന അവർ ആദ്യ നാളുകളിൽ ജിഗ്നേഷിന്റെ ജ്യേഷ്ഠൻ അശോകിന്റെ ഭാര്യ വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. പിന്നീട് ജോലി തേടി അവർ ദ്വാരകയിലേക്ക് പോയി. അവിടെ 2-3 വർഷം ചിലവഴിച്ച ശേഷം പോർബന്തറിലേക്കും ഒടുവിൽ ജാംനഗറിലെ മാധവ് ബാങ്കിലേക്കും അവർ താമസം മാറ്റി. അതിനിടയിൽ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കൊച്ചു മാലാഖ കൂടി പിറന്നു. അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. കുടുംബം പോറ്റാൻ ജിഗ്നേഷ് ഫാക്ടറിയിൽ ആശാരിയായും മേസ്തരിയായും രാപ്പകൽ അധ്വാനിച്ചു. മകൾ കുറച്ചു വളർന്നപ്പോൾ പ്രതിയും കുടുംബഭാരം പങ്കിടാൻ തീരുമാനിച്ചു. ലഗാബാവൽ ഗ്രാമത്തിൽ അവൾ ഒരു നഴ്സായി ജോലിയിൽ പ്രവേശിച്ചു.